ചൈനീസ് ലോൺ ആപ്പ് വഴിയുള്ള തട്ടിപ്പിലൂടെ ലഭിച്ച പണം പ്രതികൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയെന്ന് ED. ക്രിപ്റ്റോ ഇടപാടിലൂടെയും ചില കമ്പനികളുടെ അക്കൗണ്ടുകൾ വഴിയുമാണ് പണം കടത്തിയത്. മുംബൈ, ചെന്നൈ, കൊച്ചി എന്നിവിടങ്ങളിലായി 10ലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയ ED വിവിധ അക്കൗണ്ടുകളിലായി 123 കോടി രൂപയുടെ നിക്ഷേപം മരവിപ്പിച്ചു. 1650 കോടി രൂപ തട്ടിയെടുത്ത പ്രതികൾ ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ വാസർ എക്സ്പ്രസിൽ 26 ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടുകൾ ക്രമീകരിച്ചാണ് പണം വിദേശത്തേക്ക് കടത്തിയത്. വിദേശ രാജ്യങ്ങളിലെ ക്രിപ്റ്റോ വാലറ്റുകളിലേക്ക് ഇന്ത്യയിൽ നിന്നും കോടികൾ ഒഴുക്കി. പ്രതികൾക്ക് ബന്ധമുള്ള സിംഗപ്പൂരിലെ നിയാം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്ക് മറ്റു മാർഗങ്ങളിലൂടെയും പണം കടത്തി. തട്ടിപ്പിന് സഹായം ചെയ്ത വകയിൽ യഥാക്രമം 2 കോടി രൂപയും 70 ലക്ഷം രൂപയും മലയാളികളായ പ്രതികൾക്ക് പ്രതിഫലം ലഭിച്ചു. അതേസമയം കേരളത്തിലും ഹരിയാനയിലും രജിസ്റ്റർ ചെയ്ത കേസിലാണ് ED നിലവിൽ നടപടി തുടരുന്നത്. തിരച്ചിലിനിടെ നിരവധി മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു. മുംബൈ, ചെന്നൈ, കൊച്ചി എന്നിവിടങ്ങളിലായി 10ലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ അക്കൗണ്ടുകളിലായി 123 കോടി രൂപയുടെ നിക്ഷേപം മരവിപ്പിച്ചു. 24 കൊച്ചി.